സന്തോഷിക്കാൻ വരട്ടെ. ഇനി സങ്കടത്തിലെ നാളുകൾ. ക്ലീറ്റോ മച്ചമ്പിക്ക് 8ന്റെ പണി DDT പാർട്ടിക്കാർ കൊടുത്തു. ക്ലീറ്റോ മച്ചമ്പിയെ ഛത്തീസ്ഗഡിലോട്ട് പാർട്ടി വിടാൻ പോവാ. ഇതാണോ സങ്കടം? ഇത് സന്തോഷമുള്ള കാര്യല്ലേ? നേര്. ഈ ക്ലീറ്റ് എന്തോരം രാജ്യങ്ങളിലാ പോണല്ലേ? രാജ്യം അല്ലെങ്കിൽ ജില്ല, സംസ്ഥാനം. ആ എന്താണെങ്കിലും പോണില്ലേ? അതെ, ക്ലീറ്റോനെ പോലെ ഒരാളായ മതി അടുത്ത ജന്മത്തിൽ. ക്ലീറ്റോനെ പോലെ ഒരാളായ മതി. ഛത്തീസ്ഗഡ് ഉല്ലസിക്കാനല്ല പോകുന്നത്. ഛത്തീസ്ഗഡിലോട്ട് ക്ലീറ്റോ മച്ചമ്പി പോയാൽ രക്തസാക്ഷിയായിട്ട് പെട്ടി കടത്തി തിരിച്ചു വരും. അറിയാവോ? രക്തസാക്ഷിയാവാൻ ഛത്തീസ്ഗഡിൽ പറഞ്ഞുകൊണ്ട കാര്യം എന്താണ്? ഇവിടെ അതിനുള്ള ധാരാളം അവസരങ്ങളുണ്ടല്ലോ. ഇവിടെ ഉള്ളവരെ വേണ്ട. അതായത് വരുന്ന ഇലക്ഷന് പാർട്ടി ഛത്തീസ്ഗഡിൽ വളർത്താനും ഛത്തീസ്ഗഡിന്റെ ശക്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 10 പേരടങ്ങുന്ന സംഘത്തെ വിടുന്നു. അതിന്റെ മുതിർന്ന തലവൻ മച്ചമ്പിയാ. അറിയാമോ? ഈ സ്ഥലത്ത് ഇത്ര കുഴപ്പം? കൊള്ളക്കാര്, തീവ്രവാദികള്, മാവോയിസ്റ്റുകള്, പിടിച്ചുപറിക്കാര്. ഇവിടെ പൊട്ടാഷിന്റെ സൗണ്ട് കേട്ട് ബോധം കെടുന്നാൾ അവിടെ തോക്കിട്ട് കിജുകിജ് കേട്ട് പെടുക്കും. ശരിയാ. നമുക്ക് എന്നെ ഡ്യൂട്ടി എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ നമ്മളൊന്നും പോകില്ല. പ്രശ്നമാണ്. ക്ലീറ്റോ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു കൊള്ളക്കാരും ക്ലീറ്റോനെ ഒന്നും ചെയ്യില്ല. ഇവിടെ കിടന്നിട്ട് അടിയും തടയൊക്കെ പഠിച്ചാൽ കൊള്ളക്കാരൊക്കെ അങ്ങ് കാട്ടിലായിരിക്കത്തില്ല, ഇത് നാട്ടിലായിരിക്കുമല്ലോ. എന്റെ ലിപ്പന്റെ വീടുകളിൽ തോക്കും കൊണ്ട് ജീവിക്കുന്നവരാ. അവിടെ തോക്കിന്റെ മുമ്പിൽ നിർത്തി അവിടെ വോട്ട് ചെയ്യിക്കുന്ന. അറിയാവോ? നിങ്ങൾ ഈ യൂട്യൂബിൽ കറികൾ ഉണ്ടാക്കുന്ന മാത്രം ഇതൊക്കെ നോക്കണം. എന്നാ പിന്നെ സ്ഥലം മാറ്റി കൊടുക്കാൻ പറ, വേറെ സ്ഥലത്തോട്ട് വിടാൻ പറ. അതിനുള്ള 58 പണി വൈറ്റ് നടക്കത്തില്ല. തലവനായിട്ട് വെച്ചേക്ക് ഒരിക്കലും മാറാൻ പറ്റത്തില്ലെന്നാ പറയുന്നത്. ക്ലീറ്റോ പോവില്ലടി, നോക്കിക്കോ. അല്ലേ ചേച്ചി, ഇതായിരിക്കും നമ്മളോട് രാവിലെ പറഞ്ഞില്ലേ പാർട്ടി എന്തോ ഉത്തരവാദിത്തമുള്ള കാര്യം ഏൽപ്പിക്കാൻ പോണെന്ന്? അത് ഇതായിരിക്കോ? ഇത് തന്നെ സംഭവം. ഞാൻ ക്ലീറ്റോനെ വിളിച്ചു പറയട്ടെ, വിളിച്ചു പറ, പോണ്ടെന്ന് പറ. മറിക്കേടാ. പിന്നെ അങ്ങനെ ജീവന് ഭീഷണിയുള്ള ഒരു സ്ഥലത്തോട്ടും പോകണ്ട. പിന്നെ പാർട്ടി തീരുമാനിച്ച അനുസരിച്ചേ പറ്റത്തുള്ളൂ ലില്ലിപ്പന്നെ. പിന്നെ ഒരു പാർട്ടി ഇവരില്ല കൊടങ്ങള പള്ളി പെരുന്നാൾ പോണോന്ന് പറയുന്ന പോലാന്ന് ഇത്. പാർട്ടിയിൽ പഴയതുപോലുള്ള പരിഗണനയൊന്നും ക്ലീറ്റോയ്ക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ പാർട്ടിയിൽ പരിഗണന ഇച്ചിരി കൂടിപ്പോയി, അതിൻ്റെ കുഴപ്പമാണ്. എന്ത് പറയാനാണ്, ഞാൻ പാർട്ടിക്ക് വേണ്ടി ഇവിടെ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് ഇവിടെ നിന്ന് ഇവിടെ എനിക്കൊരു സ്ഥാനം ഉണ്ടാക്കി ഇവിടെ വളർന്ന് നമ്മളെ ജനങ്ങളുടെ ഇടയിൽ കിടക്കാന്ന് വെച്ചാൽ പാർട്ടി എന്നെ ഛത്തീസ്ഗഡിലേക്ക് പറഞ്ഞയക്കുക. ഛത്തീസ്ഗഡിൽ അത് നല്ലൊരു കാര്യമല്ലേ? ഇവിടെ കിടന്ന് ഇങ്ങനെ പ്രവർത്തിച്ച് വലുതാക്കിയാണല്ലോ അവരിങ്ങോട്ട് ഛത്തീസ്ഗഡിലോട്ട് വിട്ടത്. അതൊരു നല്ലൊരു സംഭവമല്ലേ? എന്ത് നല്ലത്? നിങ്ങൾക്ക് വല്ല അറിയാം? ഛത്തീസ്ഗഡിനെ കുറിച്ച് വല്ല അറിയാമോ നായരേട്ടാ? നിങ്ങൾ ഈ ഇട്ടാവട്ടത്ത് കിടന്ന് ചായ ഒഴിച്ച് കിടക്കണം. നിങ്ങൾക്ക് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ എപ്പോഴും ഫുള്ള് തീവ്രവാദികളാണ്. ഇത്രയുള്ള ജനിച്ച് വീണ പിള്ളേരെ കയ്യിൽ പോലും തോക്കുണ്ട്. എല്ലാം ഒന്ന് പറഞ്ഞാൽ രണ്ടൊരു വെടിയാണ്. അവിടെ വേറെ സംസാരമൊന്നുമില്ല. അവിടെ പോയി ഞാൻ എന്ത് രാഷ്ട്രീയം വളർത്താനാണ്? ഒരു കാര്യം ചെയ്യും, അൻസാറിനെയും ഇവരെ ആരെങ്കിലും ഒക്കെ ഒന്ന് കൂട്ടിന് കൊണ്ടുപോകും. എൻ്റെ നായരേട്ടാ, ഒരാളിനെ പോകാൻ പറ്റുള്ളൂ. ഞാൻ പോയാലേ പാർട്ടി വളരുള്ളൂ എന്നാണ് അപ്പുക്കുട്ടൻ സാറ് പറയണത്. അപ്പോൾ ഒരു കാര്യം, തൽക്കാലം കുറച്ച് ഹിന്ദിയൊക്കെ പഠിക്കുക. അമ്മ അച്ഛ ആ ഈ ഊ അച്ഛനെ ബച്ചേക്കലിയേ ഒന്ന് പറഞ്ഞിട്ട് 2 വെടി വെക്കുന്നിടത്ത് എന്ത് അച്ഛ എന്ത് അമ്മ, വെടിയുള്ളമ്മ ആ എന്നൊരു വിളി, അത്രേ ഉള്ളൂ. അത് പഠിച്ചു വെച്ചാൽ അത് പഠിക്കണ്ടല്ലോ, അത് വന്നോളൂ അറിയാതെ.